രാഷ്ട്രപതി ഒരു തീരുമാനമെടുത്താൽ അതിൽ കോടതികൾ ഇടപെടാറില്ല, ഇടപെട്ട ചരിത്രമില്ല. രാഷ്ട്രപതിയുടെ തീരുമാനങ്ങൾ അന്തിമമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗവർണർമാരുടെ അധികാരങ്ങൾ നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ രാഷ്ട്രപതി തീർപ്പ് കൽപ്പിച്ച 7 ബില്ലുകൾ ഉൾപ്പെടുന്നു. അത് കോടതി രാഷ്ട്രപതിയുടെ കൂടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് നടത്തിയിരിക്കുന്നത്. മുമ്പൊരിക്കൽ പ്രധാനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗ് ഒരിക്കൽ പാർലമെൻറ്റിൽ പൊട്ടിത്തെറിച്ചു. കോടതികൾ സർക്കാരിൻ്റെ കാര്യങ്ങളിൽ പോളിസി മാറ്റേഴ്സിൽ ഇടപെടാൻ പാടില്ല എന്ന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോടതി വന്നിട്ട് ഭരണഘടനയിലുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് കോടതി ചെയ്യേണ്ടത്. ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതിക്ക് കഴിയും. ഇത് ഇത്തവണത്തെ ഈ പാർദിവാലയുടെയും മഹാദേവൻ്റെയും ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ആ വിധി ഒരുപാട് ഭരണഘടനാ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയും അത് സത്യത്തിൽ ഭരണഘടനാ ബെഞ്ച് നോക്കി വിധിക്കേണ്ട ഒരു കേസായിരുന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്തില്ല. ഇനിയെങ്കിലും ഒരു അപ്പീൽ അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പാകെ വരും. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് വ്യക്തത വരാനുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞത് ഇപ്പോൾ നിരന്തരം സുപ്രീം കോടതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം തന്നെ അത് 3 തവണ ഉപയോഗിച്ചു. അത് അപൂർവമായി ഉപയോഗിക്കാൻ ഏതു വിഷയത്തിലും ഇടപെടാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥയാണ്. അത് നീതി പൂർണ്ണമായിരിക്കണം അതെ എന്നൊരു ആശയത്തിൻ്റെ പേരിൽ വെച്ചിട്ടുള്ളതാണ് ഈ ആർട്ടിക്കിൾ 142 അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ വിധിച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താൻ കഴിയണമല്ലോ. കാരണം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 142 ഇവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് പോലെ രാഷ്ട്രപതിയുടെയും അധികാരത്തിൽ കൈകടത്തുന്ന സ്ഥിതി സംജാതമാകും. അതുകൊണ്ടാണ് 7 ബില്ലുകൾ രാഷ്ട്രപതി തള്ളിക്കളഞ്ഞ 7 ബില്ലുകൾ പാസ്സായതായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദ ഹിന്ദു പത്രമാണ്. അതാണ് സാധാരണഗതിയിൽ ഹിന്ദു ഇതിനെയൊക്കെ ശരിവെക്കുന്നത്. ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണല്ലോ ഹിന്ദുവിനെ പറയുന്നത്. ശരിവെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹിന്ദു പറഞ്ഞിരിക്കുന്നത് ഈ 10 ബില്ലുകളിൽ ഇപ്പോൾ സുപ്രീം കോടതി ഗവർണറുടെ ഒപ്പ് സുപ്രീം കോടതി ഇട്ടിട്ടുണ്ടല്ലോ. ഒട്ടും ശരിയായില്ല. അതിൽ രാഷ്ട്രപതി സമ്മതിച്ചത് ഒരു ബില്ല്, രാഷ്ട്രപതി അംഗീകരിച്ചത് 10 എണ്ണത്തിൽ 2 എണ്ണം രാഷ്ട്രപതി പരിഗണിച്ചതേ ഇല്ല. പിന്നെ 7 എണ്ണം രാഷ്ട്രപതി നിരസിച്ചതാണ്. ആ 7 എണ്ണം രാഷ്ട്രപതി നിരസിച്ചതാണ് ഇപ്പോൾ സുപ്രീം കോടതി പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാമോ എന്നുള്ളത്, അത് രാഷ്ട്രപതി നിരസിച്ചതാണോ എന്നുള്ള പ്രശ്നം സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ടോ, സുപ്രീം കോടതിയുടെ മുമ്പിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ ഒന്നാമത് അങ്ങനെ ഉന്നയിച്ചിട്ടില്ല എങ്കിൽ തന്നെ അത് അന്വേഷിക്കണമല്ലോ. കാരണം രാഷ്ട്രപതിക്ക് അയച്ചിരുന്നതാണ് തമിഴ്നാട് ഗവർണർ ഈ ബില്ലുകൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ തമിഴ്നാട് അസംബ്ലി വീണ്ടും ഇത് പാസ്സാക്കി ഗവർണർക്ക് അയച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതൊരു കോമൺ നോളജാണ്. ആ പൊതുജ്ഞാനം എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ഇല്ലാതെ പോയി? അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ചർച്ചയിലേക്ക് വരുന്നുള്ളത് ഉറപ്പായിരുന്നു. ജുഡീഷ്യൽ ഓവർ റീച്ച് എന്നിപ്പോൾ ഇംഗ്ലീഷിൽ നിരന്തരം ഉപയോഗിക്കപ്പെട്ട് വരികയാണ് ഈ വിധിക്ക് ശേഷം. കോടതിക്ക് അധികാരമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ട് സംഗതികൾ കുളമാക്കുന്നു എന്നുള്ളൊരവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ള ചർച്ച. ഒരുപാട് പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി, നിയമപണ്ഡിതന്മാർ ഇത് ശരിയായില്ല എന്ന് പറഞ്ഞിപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഗവർണർ 2020 ജനുവരി 1 മുതലാണ് ഈ ബില്ലുകൾ പിടിച്ചു വച്ചിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഗവർണറുടെ അധികാരം എടുത്തു കളയുന്ന ഈ യൂണിവേഴ്സിറ്റികളുടെ, സർവകലാശാലകളുടെ നിയമം സംബന്ധിച്ചിട്ടുള്ള ഇതാണ്. ചാൻസലറായിട്ട് സ്റ്റാലിൻ അവിടെ വരിക എന്നുള്ള പരിപാടി, ആ സംഗതികളാണ്. അപ്പോൾ ഗവർണർക്ക് ആ കാര്യത്തിൽ കൂടുതൽ സംഭവങ്ങൾ അറിയാനുണ്ടാവും. കേരളത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നതാണ്. അപ്പോൾ 2023 തമിഴ്നാട് കൊണ്ടുപോയി ഹർജി കൊടുത്തു. തമിഴ്നാട് ഹർജി കൊടുക്കുമ്പോൾ 12 എണ്ണം 10+2
അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് പോയിരിക്കുകയാണ്. അതിൽ 10 വൈസ് ചാൻസലർ പ്രശ്നങ്ങളാണ് യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടത്, 2 അല്ലാത്തത്, അങ്ങനെ 12. 2023 നവംബറിൽ ഗവർണർ രവി ഇതൊക്കെ നിരസിച്ചു. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കെ തന്നെ രവി 10 ബില്ലും മടക്കി തമിഴ്നാടിന്. അപ്പോൾ 2023 നവംബർ 18 നിയമസഭ ചേർന്നിട്ട് രണ്ടാമത് ഇത് മുഴുവൻ പാസ്സാക്കി. അപ്പോൾ ആ രണ്ടാമതും പാസ്സാക്കി കഴിഞ്ഞാൽ ഗവർണർ ഇത് അനുവദിച്ചു കൊടുക്കണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തവണ തിരിച്ചയച്ചത് വീണ്ടും പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ ഗവർണർ സമ്മതിക്കണം എന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനാണിപ്പോൾ സമയപരിധി വെച്ചിരിക്കുന്നത് 3 മാസം. 3 മാസം 1 മാസം 3 മാസം എന്ന് വെച്ചു. വീണ്ടും പാസ്സാക്കിയാൽ 1 മാസം, വീണ്ടും പാസ്സാക്കിയാൽ അത് തിരിച്ചയക്കാൻ പാടില്ല എന്നും വെച്ചു. അങ്ങനെയും അവിടെ ഒരു പഴുതുണ്ട്. ആദ്യത്തെ തവണ തന്നെ രാഷ്ട്രപതിക്ക് വിട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെന്നൈ യൂണിവേഴ്സിറ്റി ബിൽ 2022 1, തമിഴ്നാട് സിദ്ധ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അത് രണ്ടെണ്ണം അതാണ് പ്രസിഡൻറ്റിന് അയച്ചത് ഗവർണർ. അത് മറ്റേതിന് ഈ അനുവാദം കൊടുക്കുന്നില്ല, സമ്മതിക്കുന്നില്ല എന്നും തീരുമാനിച്ചു. അപ്പോൾ 13 മാസം ജനുവരി 2020 മുതൽ 2023 ഓഗസ്റ്റ് വരെ ഇത് പെൻഡിങ് ആയിട്ട് കടന്നു. ഇത് ഇത്രയും പെൻഡിങ് ആയിരുന്ന ഒരു വിഷയം സുപ്രീം കോടതി പരിഗണിക്കാനായിട്ട് 2.5 കൊല്ലം എടുത്തിട്ടുണ്ട് എന്നുള്ള വേറൊരു സംഗതി കിടപ്പുണ്ട്. ഇത് 1 മാസത്തിനകം 2 മാസത്തിനകം എന്നൊക്കെ സുപ്രീം കോടതി പറയുമ്പോൾ തന്നെ സുപ്രീം കോടതി ഈ കേസ് തീരുമാനിക്കാൻ തന്നെ 2.5 കൊല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിലേ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് കോടതികളിൽ ഇത്തിരി കൂടുതലുമാണെന്നുള്ളത് നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. ഇല്ല, കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, ലാവ്ലിൻ കേസ് 40-ലേറെ തവണ മാറ്റിവെച്ചത് കോടതിയാണ്. അതെ, കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ്. ഇപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് കേസുകൾ പെൻഡിങ് ആയി കിടക്കുന്നു. ഇപ്പോൾ ഈ എല്ലാ കാര്യത്തിലും ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, കോടതിയും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ ഭരണഘടനാ പൊസിഷൻസാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കോടതി പറയുന്നുണ്ട് നിങ്ങൾ 2 മാസത്തിനകം തീർപ്പാക്കണം, അല്ലെങ്കിൽ 1 മാസത്തിനകം തീർപ്പാക്കണം. കോടതികൾ പരിഗണിക്കുന്ന കേസ് ഇത്ര മാസത്തിനകം തീർപ്പാക്കണം എന്ന് പറയാനുണ്ടോ? സുപ്രീം കോടതിയിൽ ഇരുന്ന ജഡ്ജിമാർ വിരമിച്ചിട്ട് കേൾക്കാതെ വിധി കൽപ്പിക്കാതെ പോയ സുപ്രീം കോടതി ജഡ്ജിമാർ ഉണ്ട്. ഒരു വിധിയും പറയാത്ത ആളുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കോടതികൾക്ക് ഈ മാസം അവർ തീരുമാനിക്കുന്നത്, ഈ മാസമുറ കോടതികൾക്ക് ബാധകമല്ലേ എന്നുള്ളൊരു വിഷയം കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 200 അല്ലേ, 200 ഭരണഘടനയുടെ വകുപ്പ് 200 അതനുസരിച്ചിട്ടാണ് ഈ വിവേചനാധികാരം ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മാസത്തിൻ്റെ കണക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്തൊരു വിവേചനാധികാരം ഗവർണർക്കുണ്ട്. അപ്പോൾ ഗവർണറുടെ വിവേചനാധികാരത്തിൽ കോടതി കയറി അഭിപ്രായം പറഞ്ഞിരിക്കുകയാണല്ലോ. അതായത് ഗവർണറാണ് ഒപ്പിടേണ്ടത് എന്ന് എന്തായാലും അതിൻ്റെ അകത്ത് പറഞ്ഞു. ഒപ്പിടാതിരിക്കുന്നതും ഒപ്പിടേണ്ടതും ഒക്കെ ഗവർണറാണ്. അത് ഭരണഘടനാ വ്യവസ്ഥയാണ്. അതെ, പക്ഷേ അതിൽ കയറി സുപ്രീം കോടതി ഒപ്പിടാമോ എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗവർണർ തള്ളിക്കളഞ്ഞാൽ പിന്നീട് എങ്ങനെ സുപ്രീം കോടതിക്ക് അംഗീകരിക്കപ്പെട്ടതായിട്ട് കണക്കാക്കാൻ പറ്റും? എന്തായാലും ഈ 200ാമത്തെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ഈ ഇത്രയും ബില്ലുകളിൽ 7 ഗവർണർ തള്ളിയതാണെന്നുള്ളത് സുപ്രീം കോടതിയുടെ പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയും വന്നൂടെ? അത് ആ കേസിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇത് തിരിച്ചയച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പത്രങ്ങളിൽ വന്നുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ കേസ് കൈകാര്യം ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെ ഗവർണർമാരുടെയോ അഭിഭാഷകർ ഇത് രാഷ്ട്രപതി നിരസിച്ചതാണ്, തീർപ്പ് കൽപ്പിച്ചു എന്ന കാര്യം മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ കോടതിയെ അങ്ങനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഒരു അലവൻസ് നമുക്ക് ആ കാര്യത്തിൽ കൊടുക്കാവുന്നതാണ്. എങ്കിൽ പോലും ഒന്ന്, രാഷ്ട്രപതി അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രാഷ്ട്രപതി നിരസിച്ചത് 7 സുപ്രീം കോടതി പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളത്. 2, ആ വിവേചനാധികാരം ഗവർണർ ഒപ്പിടുന്നതിന് പകരം സുപ്രീം കോടതി ജഡ്ജിമാർ ഒപ്പിട്ടാൽ മതിയോ? ആ പ്രശ്നമുണ്ട്. ഏതായാലും ഈ കേസ് ഇവിടെ അവസാനിക്കും തോന്നുന്നില്ല. വീണ്ടും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഗവർണറോ അപ്പീലും ഒക്കെ ആയിട്ട്, തമിഴ്നാട് ഗവർണർക്കെതിരെയുള്ള കേസായിരുന്നല്ലോ ഇത്. അതെ, അതുമായി ഗവർണറും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെയോ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ആളുകൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നൊരു റിട്ടയർ ചെയ്ത പ്രൊഫസർ മധു വാസുദേവൻ, മറ്റേ സിനിമാ പാട്ടൊക്കെ എഴുതാറില്ലേ, നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം. ഈ മറ്റേ ആലപ്പുഴയെ വിറപ്പിച്ചിരുന്ന ഒരു SP ആയിരുന്നു RN രവി മുമ്പ്, IPS ഓഫീസറാണ്, IPS ഓഫീസറായിട്ട്. ആ കാലത്തൊക്കെ സാധാരണക്കാരനെ പോലെ അവിടെ നടക്കുന്നതൊക്കെ അമ്പലത്ത് നിന്ന് മുണ്ടി ഷർട്ടോട്ട് RN രവി ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ. ഇപ്പം ഞാൻ ആ ചിന്ത മാറ്റി വെക്കണമോ എന്ന് ചോദിച്ചാണ് മധുവാസുദേവന്റെ കുറിപ്പ് അവസാനിച്ചിരുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ, മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഇനിയും തീരുമാനിക്കാണ്. അതെ അതെ, ഭരണഘടനാ ബെഞ്ചൊക്കെ വരേണ്ടതാണ്. കഴിഞ്ഞ കൊല്ലം 3 തവണ 142 ഇതിലൊരു ജഡ്ജി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഡൽഹി ഒരു ദളിത് മത്സരാർത്ഥിക്ക് IIT പ്രവേശനം, അത് വൈകിപ്പോയി അപേക്ഷിക്കാൻ എന്നൊക്കെ അതുകൊണ്ട് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞതിൽ യുക്തമാണ്. അതിൻ്റെ അകത്തൊന്നും പറയാനില്ല. ഫീസ് ഉണ്ടായിരുന്നില്ല സമയത്ത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഹിന്ദു മാരേജ് ആക്ടിലെ ഡിവോഴ്സിൻ്റെ കാര്യം തീരുമാനിക്കാനായിട്ട് 142 ഉപയോഗിച്ചു. പിന്നെ ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഈ 142 ഉപയോഗിച്ചു. 2024 3 തവണ. അപ്പോൾ ഒരു ജഡ്ജിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ താല്പര്യം 142 വന്നിട്ടുണ്ട്. പക്ഷെ അത് ന്യായമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. വളരെ ഈ വധശിക്ഷയുടെ കാര്യമൊക്കെ പറയില്ലേ, അപൂർവത്തിൽ അപൂർവമായി ഉപയോഗിക്കേണ്ടതാണ്. ഏതായാലും കോടതികൾ നാട് ഭരിക്കുന്ന ഒരു കാലം അത്ര നന്നായിരിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.